മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന സമസ്ത പ്രമേയം. ശാസ്ത്രീയ പഠനങ്ങളിലൂടെ അടിസ്ഥാനത്തിൽ ജില്ലകളുടെ പുനർനിർണയം അനിവാര്യമാണ്. എറണാകുളം, ഇടുക്കി, പാലക്കാട് ജില്ലകളും വിഭജിക്കണമെന്നും പ്രമേയത്തിൽ പറയുന്നു. ഫൈസി മുക്കമാണ് പ്രമേയം അവതരിപ്പിച്ചത്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നു. അസ്ലം, ഇതിനു മുമ്പ് മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു കേട്ടിരുന്നു. ഇപ്പോൾ എന്താണ് സമസ്ത ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിക്കാൻ കാരണം? എന്താണ് ഇതിന്റെ ഉള്ളടക്കം? കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും ഭരണനിർവഹണത്തിലെ വെല്ലുവിളികളും പരിഗണിച്ചുകൊണ്ട് ജില്ലകളുടെ പുനർനിർണയം അനിവാര്യമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുക്കം സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിൽ ജില്ലാ വിഭജനം സംബന്ധിച്ചുള്ള പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന മലപ്പുറത്തിന്റെ പേര് തന്നെയാണ്. മലപ്പുറം 45 ലക്ഷത്തിലധികം ജനങ്ങളുള്ള മലപ്പുറം ഉൾപ്പെടെ വലിയ ജില്ലകളിൽ ഭരണ നിയന്ത്രണം കാര്യക്ഷമത ചലിപ്പിക്കുന്നതിനും വിഭവങ്ങൾ തുല്യമായി വിതരണം ചെയ്യുന്നതിനും പുതിയ ജില്ലാ രൂപീകരണം അത്യന്താപേക്ഷിതമാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇടുക്കി, എറണാകുളം, പാലക്കാട് ജില്ലകളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. ഏതായാലും പുതിയ ജില്ലകൾ വരുന്നതോടെ മറ്റു സൗകര്യങ്ങൾ കൂടി സർക്കാരിന്റെ സൗകര്യങ്ങൾ വർദ്ധിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗം കൂട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അപ്പുറം ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലകളുടെ പുനർനിർണയം യാഥാർത്ഥ്യമാക്കാൻ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ചിറങ്ങണമെന്ന് സംസ്ഥാന 100ാം വാർഷിക സമ്മേളനം പ്രഖ്യാപിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രമേയമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും മലപ്പുറം ജില്ല വിഭജനം മുൻനിർത്തിക്കൊണ്ട് നിരവധി സംഘടന, CP ഉൾപ്പെടെയുള്ള നിരവധി സംഘടന മുസ്ലിം ലീഗിനെയും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. മറ്റു പല പാർട്ടികളും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമസ്ത അതിന്റെ 100ാം വാർഷിക സമ്മേളനത്തിലും ജില്ലാ വിഭജനം ഒരു പ്രധാനപ്പെട്ട അജണ്ട എടുത്തുകൊണ്ട് തന്നെ പ്രമേയം അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് മലപ്പുറം മാത്രമല്ല, മറ്റു ജില്ലകളുടെയും ജനസംഖ്യയും അതോടൊപ്പം തന്നെ മറ്റു ഭരണ സൗകര്യം പരിഗണിച്ചുകൊണ്ട് ജില്ലകളുടെ പുനർനിർണയം നടത്തണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഫൈസി മുക്കമാണ് ഈ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത് സമ്മേളനത്തിൽ.